യോജിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ വ്യക്തമായ മറുപടിയും നൽകിയിരുന്നു. നമ്മളുടെ ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, നമ്മൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്, ആ ജില്ലയിലത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളെ നിങ്ങൾ തന്നെ നോക്കിക്കണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ പരിഹാരം കാണേണ്ട ഒന്നാണ്. ചിലപ്പോൾ നമുക്ക് പരിഹാരം എന്താണെന്ന് അറിയില്ല, നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ കിട്ടിയെന്നും വരില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ്, കൂടുതൽ ആളുകൾ ഇതിൽ ഇടപെട്ട് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് തോന്നുന്ന ഒരു പ്രശ്നത്തെയാണ് നിങ്ങൾ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത്, അതായിരിക്കും 4 അംഗങ്ങളുള്ള ആ ഗ്രൂപ്പിൻ്റെ വിഷയം, ടോപ്പിക്. ആ ടോപ്പിക്ക് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആ പ്രശ്നത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ചും ഇതുവരെ അത് പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് തപ്പി നോക്കി അന്വേഷിച്ച് വായിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞ് ഒക്കെ തന്നെ നിങ്ങൾ ആ പരിഹാര മാർഗങ്ങളെയൊക്കെ കാണുകയും അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പരിഹാരം ഇതിനാവശ്യമാണ് എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ചിന്താഗതി ഉദിക്കുകയും ചെയ്താൽ അതാണ് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ തുടക്കം. ആ നിങ്ങളുടെ മനസ്സിൽ ഇന്ന് നിലവിലുള്ളതിനേക്കാളും അല്ലെങ്കിൽ ഇന്ന് ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാളും ആയിട്ടുള്ള അതിന് പരിഹാരം ഇന്നില്ല, അല്ലെങ്കിൽ ഇന്ന് പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷെ അവയിൽ എല്ലാറ്റിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ ചുരുങ്ങിയ ചെലവിൽ, അല്ലെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാക്കി അതിനെ മാറ്റിയാൽ, അതായത് ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ വളരെ ടെക്നിക്കലായിട്ട് അറിയാവുന്ന ആളുകൾ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ ശഠിക്കരുത്. നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ വീട്ടിലും ആ പ്രശ്നമുണ്ടെങ്കിൽ, പരിസരങ്ങളിലും പ്രശ്നമുണ്ടെങ്കിൽ, നമ്മുടെ ഓരോ വീട്ടുകാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ, ഒന്നുകിൽ അത് പ്രവർത്തന രീതിയാണ്, അതിൻ്റെ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കലായിട്ടുള്ള അടിസ്ഥാനം ഓൾറെഡി അറിയാവുന്നതായിരിക്കാം. പക്ഷെ അത് ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ അതിനെ ഉപയോഗിക്കുവാൻ ഒരു പരിഹാര നിർദ്ദേശം ഉണ്ടാക്കിയാൽ അതൊരു ഇന്നവേഷനാണ്. അപ്പോൾ ഇതാണ് ഇന്നവേഷനും മറ്റേ പുതിയ കണ്ടുപിടുത്തങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതാണ് ഇന്നവേഷൻ എന്ന് പറയുന്നത്. പുതിയൊരു കണ്ടുപിടുത്തമൊന്നും ആവേണ്ട ആവശ്യമേ ഇല്ല. അതിന് താത്വികമായിട്ടുള്ള ആ രീതിയിലല്ല നമ്മളതിനെ നോക്കുന്നത്. ഇന്നുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ വെച്ച് നമുക്കുള്ള കിട്ടാവുന്ന സൗകര്യങ്ങളും ഉപകരണങ്ങളും അല്ലെങ്കിൽ കിട്ടാവുന്ന ആളുകളെയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പരിഹാരം, എളുപ്പത്തിലൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതാണ് നമ്മളൊരു ഇന്നവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള നിങ്ങളുടെ കൂട്ടായി ചർച്ച ചെയ്ത് നിങ്ങളുടെ 4 പേരുടെയും ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന ഒരു സൊല്യൂഷനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് അവസാനമായിട്ട് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. അതെപ്പോഴാണ് പരീക്ഷിക്കാൻ പോകുന്നതെന്ന് കഴിഞ്ഞ മീറ്റിങ്ങിലും ഞാൻ പറഞ്ഞു, ഇപ്പോഴും പറയുകയാണ്. കാരണം കഴിഞ്ഞ മീറ്റിങ്ങിൽ UP വിദ്യാർത്ഥികളെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ നമ്മൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിലുള്ള ആളുകളെ വിളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പങ്കെടുത്താലും ഇല്ലെങ്കിലും ഈ വിവരങ്ങളൊക്കെ തന്നെ യൂട്യൂബ് വീഡിയോയിൽ കാണും. അത് നിങ്ങൾക്ക് നാളെ മുതൽക്ക് അത് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോടും മറ്റ് വിദ്യാലയങ്ങളിലുള്ള അധ്യാപകരെയും വിദ്യാർത്ഥികളെയൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം. മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് പറയാം. ഈ പ്രോജക്റ്റിൻ്റെ മത്സരം വിദ്യാഭ്യാസ സ്ഥാപന നിലവാരത്തിൽ, അതായത് UP സ്കൂളുകളാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ UP സ്കൂൾ, ആ UP സ്കൂളിൽ നമുക്ക് ഈ പ്രോജക്റ്റ് നടക്കുന്ന UP സ്കൂളുകളിൽ, അങ്ങനെ ഹയർ സെക്കൻഡറി സ്കൂളാണെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ 39ഓളവും ആലപ്പുഴ ജില്ലയിൽ 29ഓളവും സ്ഥാപനങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഓരോ സ്ഥാപനത്തിലും നമ്മൾ ജൂൺ ആദ്യവാരം അതായത് നിങ്ങളുടെ അഡ്മിഷൻ പുതിയ വർഷം തുടങ്ങിക്കഴിഞ്ഞ് ചുരുക്കം ദിവസങ്ങൾക്കകം നമ്മൾ ഒരു ദിവസം നമ്മൾ വിദ്യാലയങ്ങളുമായും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റുമായും കൂടി ആലോചിച്ച് ഒരു ദിവസം നമ്മൾ സ്കൂൾ തല മത്സരം വെക്കും. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ 6ഓളം ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക. ചില സ്ഥലത്ത് 6 ഉണ്ടാവില്ല, അത് സ്വല്പം കുറവായിരിക്കാം. അത് എത്രയായാലും 1-ൽ കൂടുതൽ ഗ്രൂപ്പുകൾ എല്ലാ വിദ്യാലയങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു മത്സരമാണ് ആദ്യം ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലുള്ള മത്സരം. അപ്പോൾ ആ മത്സരത്തിന് നിങ്ങൾ തയ്യാറാവുമ്പോൾ
നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ വർക്ക് ബുക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർക്ക് ബുക്കാണ്. അതിൽ നിങ്ങൾ ഈ പ്രോജക്റ്റ് തുടങ്ങിയ മുതൽക്കുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ച ഓരോ ദിവസത്തിനും ഒരു പേജോ ഒന്നിലധികം പേജോ നിങ്ങൾക്ക് നോക്കി വെക്കാം. അതിൽ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളൊരു ഗ്രൂപ്പിൽ 4 പേരും കൂടി ഒന്ന് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. 4 പേർക്കും ഓരോരുത്തർക്കും അവരുടെ പുസ്തകത്തിൽ അവരുടേതായ രീതിയിൽ നിങ്ങൾ എന്താണ് തീരുമാനിച്ചത്, എന്ത് പുതിയ അറിവാണ് കിട്ടിയത്. ഇന്നത്തെ ഡയറി നിങ്ങൾ എഴുതുമ്പോൾ ഇന്ന് എൻ്റെ ഈ ടോക്കും അത് കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന ചർച്ചകളിൽ വരുന്ന അഭിപ്രായങ്ങളും അതിന് നമുക്ക് നൽകുന്ന മറുപടിയും, അതുപോലെ തന്നെ മറ്റ് വിദഗ്ധരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരിതിൽ ഇടപെട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ വേറെ പുതിയ ചിലവ് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കത് ശ്രദ്ധേയമാണ് എന്ന് തോന്നിയിട്ടുള്ള ആ പോയിന്റുകളൊക്കെ വളരെ ഹ്രസ്വമായിട്ട് നിങ്ങൾക്ക് അതിൽ കുറിച്ച് വെക്കാം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുമാത്രം ഇഫേർട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, അതായത് നിങ്ങളെ അധ്വാനം എത്രമാത്രം ഇതിൽ പോയിട്ടുണ്ട്, കൂട്ടായ പരിശ്രമം എത്രത്തോളം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള കുട്ടികളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് സമന്വയിച്ച് നിങ്ങളുടെ അധ്യാപകരുടെ മെൻറ്റർ ടീച്ചറുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അല്ലാതെയോ നിങ്ങൾ എങ്ങനെയാണ് കൂട്ടായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ വേണം നമ്മൾ ഇനിയും നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോഴും. ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാവില്ല. അപ്പോൾ നമുക്ക് പല വ്യക്തികളുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് മുമ്പ് പരിചയമില്ലാത്ത ആളുകളെയും പരിചയമുള്ളവരെ തന്നെയും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്ത രീതികളുണ്ടാവും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒത്തു പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുറിപ്പുകൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള പുസ്തകം നിങ്ങൾ ആദ്യന്തം നിങ്ങളുടെ കോൺടെസ്റ്റുകൾക്ക് വിലയിരുത്തപ്പെടും. അതിന് മാർക്കുണ്ട്. ആ മാർക്കും നിങ്ങൾ പിന്നെ ഉള്ളത് ടെസ്റ്റിലുള്ളത് നിങ്ങൾക്ക് ഒരു 8 മിനിറ്റ് സമയം ഓരോ ഗ്രൂപ്പിനും തരും. ഇത് ഈ 8 മിനിറ്റ് സമയം നിങ്ങൾ 2 മിനിറ്റ് വീതം, അല്പസ്വല്പം വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല, പക്ഷേ ആ മൊത്തം 8 മിനിറ്റിനകത്ത് ആദ്യത്തെ 2 മിനിറ്റ് നിങ്ങളിലത്തെ ടീം ലീഡറോ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾ 4 പേരിൽ അയാൾ ആദ്യം അവതരിപ്പിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് പറയേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ ഒരാളെ നിങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങനെ 4 പേരും ഈ പ്രശ്നത്തെ ഇതിൻ്റെ ഒരു ഭാഗം അവതരിപ്പിക്കാൻ അവർക്കുള്ള കഴിവ്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിൻ്റെ അന്തർധാര ഒട്ടും തെറ്റാത്ത രീതിയിൽ നിങ്ങൾ 4 പേരും യോജിച്ച് മുൻകൂട്ടിയെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം അവിടെ 8 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുകയും അത് കഴിഞ്ഞ് 2-3 മിനിറ്റ് നിങ്ങളോട് ജഡ്ജിമാർ 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്ന് വരും. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയും ചെയ്ത്, ഇപ്പോൾ ഈ 2 പ്രവർത്തനങ്ങളുമാണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. പക്ഷേ ചില പ്രോജക്റ്റുകൾ നിങ്ങൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കാർബൺ ന്യൂട്രൽ ലിവിങ് ഫോർ എൻവയൺമെൻ്റൽ സസ്റ്റൈനബിലിറ്റി എന്നാണ്. ആയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ ലഭിക്കാൻ വേണ്ടി നമ്മുടെ നിത്യജീവിതത്തെ നമ്മളെങ്ങനെ കാർബൺ രഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മിതമായ രീതിയിൽ കാർബൺ എമിഷൻ വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അതാണ്, അങ്ങനെ മാത്രമേ നമുക്ക് 2050 ആകുമ്പോഴേക്ക് കാർബൺ ന്യൂട്രൽ അല്ലെങ്കിൽ നെറ്റ് സീറോ സംസ്ഥാനമായിട്ടും നെറ്റ് സീറോ ഇന്ത്യയായിട്ടും നെറ്റ് സീറോ ലോകമായിട്ടും നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണ്. ഇപ്പോൾ തന്നെ ഇന്ന് വിദ്യാഭ്യാസം സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അധ്യാപകരെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന വലിയൊരു നാഷണൽ സ്ഥാപനമുണ്ട്. അതിൻ്റെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വിദഗ്ധൻ കുറച്ച് ദിവസങ്ങൾക്കകം ഒരു ലെക്ചർ തരാൻ പോവാണ്. അതിൽ മുഖ്യമായിട്ടും അദ്ദേഹം ആ ടോക്ക് വന്നിട്ടില്ല, അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ഇനി അങ്ങോട്ടുള്ള വിദ്യാഭ്യാസം അറിവ് നേടൽ മാത്രമല്ല, അത് കാലികമായി പ്രാദേശികമായി പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള അറിവ് നേടലാണ്, അതിനുള്ള പരിശീലനമാണ്. അപ്പം ഞാൻ ഇത് വായിച്ചപ്പോൾ ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് തന്നെയാണ് നമ്മുടെ പ്രോജക്റ്റും. നമ്മുടെ പ്രോജക്റ്റിലും പറയുന്നത്
നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും. പലപ്പോഴും ഇതിന് പരിഹാരം തേടി വേറെ എവിടെയെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിന് സമയം കിട്ടില്ല. ഉദാഹരണത്തിന് ചെറിയ കടൽ കയറി വരികയാണ്, അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മറ്റുള്ളവരോടൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മളുടെ തലയിലുള്ള അറിവ്, നമ്മളത് പരിഹരിക്കാനുള്ള നമ്മുടെ ആ ബുദ്ധിശക്തി അല്ലെങ്കിൽ ആ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ പ്രോജക്റ്റ്. അതുകൊണ്ട് നിങ്ങൾ അതിലുള്ള ഒരു പരിശീലനമാണ്. അതാണ് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്ത് അധ്യാപകരുമായിട്ടൊക്കെ അവരുടെ അഭിപ്രായം അറിഞ്ഞ്, അല്ലെങ്കിൽ വേറെ നോളജബിൾ ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ജില്ലയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. പിന്നെ പലപ്പോഴും കഴിഞ്ഞ തവണ ഞാൻ ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഇത്തരത്തിലുള്ളൊരു പ്രോജക്റ്റാണ് എന്ന് പറഞ്ഞപ്പോൾ പല കുട്ടികൾക്കും അതിനെക്കുറിച്ച് സംശയമുണ്ടായി. ചിലരൊക്കെ അപ്പോൾ തന്നെ ഈ ടോക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നെറ്റിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ അവർ ഇതേപോലെയുള്ള ഇന്നൊവേഷൻ കോൺടെസ്റ്റ് പല സ്ഥലത്തും നടത്തിയതായിട്ട് അവർ കണ്ടെത്തി. വളരെ നല്ലൊരു സ്വഭാവമാണത്. ഇങ്ങനെ എന്തെങ്കിലും നമുക്കൊരു സംശയം തോന്നുന്ന, അല്ലെങ്കിൽ സംശയം തോന്നിയില്ലെങ്കിലും നമ്മൾക്കൊരു അറിവ് തരുമ്പോൾ അത് ശരിയാണോ എന്ന് നമ്മൾ നെറ്റിലൊക്കെ പോയി ഇന്ന് സെർച്ച് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമ്മൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തി നമ്മൾ സെർച്ച് ചെയ്യണം. പക്ഷേ അവർ കണ്ടെത്തിയത് ഇന്നൊവേഷൻ കോൺടെസ്റ്റ് നടത്തി എന്നുള്ളതാണ്. സത്യത്തിൽ ഇന്നൊവേഷൻ കോൺടെസ്റ്റ് ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇന്നൊവേഷൻ കോൺടെസ്റ്റ് നാഷണൽ തലത്തിൽ ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു ടെക്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റാണ് ഇന്ത്യയിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഓരോ വർഷവും ഒരു കോൺടെസ്റ്റ് നടത്തിയത്. അത് 14 വർഷത്തോളം നീണ്ടുപോയി. 2006 ആദ്യത്തെ കോൺടെസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള കോൺടെസ്റ്റുകൾ പിന്നെയും പലതൊക്കെ നടന്നു കഴിഞ്ഞ് ഒരു 10-14 എണ്ണം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള കോൺടെസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവസാനം അത് നിർത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺടെസ്റ്റുകളുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഇന്നൊവേഷൻ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ പ്രശ്നത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, അത് നമ്മുടെ നാട്ടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ നമുക്ക് കഴിവുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ്. കഴിവുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും ആ കഴിവ് പൊടിതട്ടാതെ നമ്മുടെ തലയിൽ തന്നെ കിടക്കുകയാണ്. അതിനെ നമ്മൾ പൊടിതട്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇല്ലെങ്കിൽ ഇന്നൊവേഷൻ കോൺടെസ്റ്റിന് നമ്മൾ ഇത്രയൊന്നും സമയമൊന്നും കൊടുക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇന്നൊവേഷൻ അവർ പറയുന്ന ആശയം അവർ പ്രവർത്തിച്ച് കാണിക്കണം. അപ്പോൾ അതിന് സമയം വേണം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണം വേണം. അതിനുവേണ്ടി ഹൈ ടെക്നോളജി സംബന്ധമായിട്ടുള്ള യന്ത്രങ്ങളും സൗകര്യങ്ങളും വേണം. ഉദാഹരണത്തിന് 3D പ്രിൻ്റർ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഫാബ്രിക് മെഷീൻ ചെയ്യാനുള്ള ചില സൗകര്യങ്ങൾ, അല്ലെങ്കിൽ വളക്കാനും വടയ്ക്കാനും ഒക്കെ തന്നെ ഉള്ള അങ്ങനെയൊക്കെയുള്ള പല സൗകര്യങ്ങളും ആവശ്യമുണ്ടാകും. അതിന് ഒരുപാട് സമയം വേണം. അതൊരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം പരിപൂർണമായി ശരിയായി എന്ന് വരില്ല. അപ്പോൾ അതിനെ വീണ്ടും മാറ്റി പണിയേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഘട്ടത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. പക്ഷേ ഈ പ്രോജക്റ്റിൽ കൂടി മികച്ച ആശയങ്ങൾ കൊണ്ടുവരുന്ന അവരുടെ ആ ആശയം പ്രാവർത്തികമാക്കാൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ അവസാനം അത് ഗ്രീൻ എനർജി ഫോറവും മറ്റ് സ്ഥാപനങ്ങളും കേരള ഗവൺമെൻറ്റിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യുകയും ഇത്തരക്കാരെ നമ്മൾ ഒന്നുകൂടി കൈപിടിച്ച് കൂടുതൽ ഉയർന്ന മേഖലകളിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോജക്റ്റിനെ നിങ്ങൾ വളരെ ലഘുവായിട്ട് എടുക്കരുത്. ഇത് തീർച്ചയായും ഇതിൽ നിന്നുണ്ടാകുന്ന ഫലം നമുക്കിപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അവസാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിക്ട് ലെവൽ ഫൈനൽ കോൺടെസ്റ്റിന് ഒരു ജില്ലയിൽ നിന്ന് ഒരുപക്ഷെ ഒരു 12ഓളം എൻട്രീസ്, അല്ലെങ്കിൽ ഒരു 20 എൻട്രീസ്, അതിൽ കൂടുതൽ ഡിസ്ട്രിക്ട് ലെവൽ ഫൈനൽ കോൺടെസ്റ്റിൽ വരില്ല. എന്നാൽ ഓരോ ജില്ലയിലും, ഉദാഹരണത്തിന് കൊല്ലം ജില്ലയിൽ 83 വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഓരോ വിദ്യാലയ ഫസ്റ്റുകാരും വരും. ഇതിനെ നമ്മൾ 3 തട്ടായിട്ടായിരിക്കും ആദ്യമേ ഇതിൻ്റെ കോൺടെസ്റ്റ് ചെയ്യുന്നത്. അതായത് UP തലത്തിലുള്ള കോൺടെസ്റ്റ് UP തലത്തിലുള്ള വിദ്യാലയങ്ങൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തി അതിൽ നിന്നുള്ള ആളുകളെ കുറച്ച് പേരെ നമ്മൾ തിരഞ്ഞെടുക്കും.
അതുപോലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ലെവലിലുള്ള ആളുകളെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു അതിൻ്റെ സമയവും തീയതിയൊക്കെ അറിയിക്കും, നമ്മൾ വിലയിരുത്തും. കോളേജ് ലെവലിലുള്ള അങ്ങനെ. അപ്പോൾ ഇതിന് മൂന്നിനും 3 തരത്തിലുള്ള, ഇപ്പോൾ മാനദണ്ഡം ഒന്ന് തന്നെ, പക്ഷേ ഇതിനെ വിലയിരുത്തുന്നതിൽ ജഡ്ജിമാർ അവരവരുടെ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അറിവും പ്രായവും ഒക്കെ വെച്ചിട്ട് അതനുസരിച്ച് നിങ്ങളുടെ ഈ സൊല്യൂഷൻസ് എത്ര മെച്ചമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അവർ പരിശോധിക്കും. അതുകൊണ്ടാണ് ഇത് മൂന്ന് ഇതായിട്ട്. കാരണം ഈ 3 തട്ടിലുള്ളവരെയും ഒരേ തട്ടിൽ നമ്മൾ മത്സരിച്ച് ഇയാളാണ് ഫസ്റ്റ് എന്ന് പറയാനും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഓരോ തട്ടിലുള്ള ആളുകളെയും നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് നമ്മുടെ പദ്ധതി. ഇത് എപ്പോൾ നടത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വിദ്യാഭ്യാസത്തിനുള്ള ജൂൺ പകുതിക്ക് മുമ്പേ നമ്മൾ മത്സരങ്ങൾ നടത്തും. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവ്യൂ, അതായത് ഇതിൻ്റെ വിജയികളെ പിന്നെ വീണ്ടും നമുക്ക് അവർക്ക് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ജില്ലാതലത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. അതിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെയും നിങ്ങൾക്ക് 8 മിനിറ്റ് തന്നെ കിട്ടും. അതിൽ നിന്നും വളരെ അധികം ശ്രദ്ധേയമായ സൊല്യൂഷൻ വരുന്ന ആളുകളെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 12-20 പേര് ഒരു ജില്ലയിൽ വരത്തക്ക രീതിയിൽ ഈ ഓരോ 3 ഗ്രൂപ്പിൽ നിന്നുള്ളത് പലരും ഉണ്ടാവും. അതിൽ ഒന്നിൽ നിന്നുള്ളത് ചിലപ്പോൾ കുറവായിരിക്കാം, മറ്റേ കൂടുതലായിരിക്കാം. എങ്ങനെയായിരുന്നാലും അത്രയും പേരെ കൊണ്ട് അവസാന മത്സരം വളരെയധികം നിർണായകമായിട്ടുള്ള ഒന്നാണ്. അതിൽ വളരെ നല്ല സൊല്യൂഷൻസ് ആയിരിക്കും ഒരുപക്ഷെ അവിടെ എത്തുന്നത്. അത് എത്രത്തോളം എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. വളരെയധികം നല്ല സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ 12-20 എന്നുള്ളത് സ്വല്പം കൂട്ടാനോ അല്ലെങ്കിൽ കുറക്കാനോ സാധ്യതയുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് ഇതിൽ നിന്ന് വേണ്ടത് നിങ്ങളുടെ ഏറ്റവും കഴിവുള്ള ആളുകളെ എത്ര തന്നെ ആയാലും, അതായത് സാധാരണ ഒരു കോൺടെസ്റ്റിൽ ഞങ്ങൾ ആദ്യം ടെക്ടോപ്പിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ അന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞ 3 പ്രൈസുകളായിരുന്നു ഡിക്ലെയർ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞൊരു 3 കൺസലേഷൻ പ്രൈസുകളും ഉണ്ടായിരുന്നു. അത് പ്രത്യേക വിഷയങ്ങൾക്കായിട്ടൊക്കെ ആയിരുന്നു. ഒന്ന് ഓൾ വിമൻ ടീമിന് ഒരെണ്ണമായിരുന്നു. ഒന്ന് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോജക്റ്റുകൾ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള അങ്ങനെ വേറെ 3 തരത്തിലുള്ളതുണ്ടായി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എല്ലാം പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഇവിടെ കുറച്ചുകൂടി നേരോ ആണ് ഇതിൻ്റെ ഏരിയ. അത് നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുന്ന അവസരത്തിൽ ആ കാര്യം, കാരണം ഇതിലുള്ള പുതിയ ടെക്നോളജിയോ അതിലുള്ള സയൻസ് ഒന്നുമല്ല ഇതിൽ. നിങ്ങൾ എങ്ങനെയാണ് അറിവിനെ ഈ പ്രശ്നപരിഹാരത്തിലേക്ക് അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് യോജിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ ഈ മത്സരത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിന് നിങ്ങൾ ഒരുപാട് വായിക്കേണ്ടി വരും, മറ്റ് പല ആളുകളെയും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ലബോറട്ടറിയിലൊക്കെ പോയി അവിടെയുള്ള ഗവേഷകന്മാരോടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇതിൻ്റെ ചില രീതികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടി വരും. അതൊക്കെ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ കാലമായതുകൊണ്ട് നിങ്ങൾക്ക് ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ പരിപാടിയെല്ലാം നിർവഹിച്ച് നിങ്ങൾക്ക് ജൂൺ ആവുമ്പോഴേക്ക് നിങ്ങളുടെ പ്രസൻറ്റേഷന് വേണ്ടി തയ്യാറെടുക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഈ മത്സരം എന്താണെന്നുള്ള ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടാനും, അതുപോലെ എപ്പോഴായിരിക്കും ഈ മത്സരം നടത്തുന്നതെന്നും, ഈ മത്സരം കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നും. കാരണം ഏതറ്റം വരെയും നിങ്ങളെ ഇതിൻ്റെ മേലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, അതിനുവേണ്ടി കേരളത്തിലോ പുറത്തോ ഉള്ള ഇന്നൊവേഷനുമായി ബന്ധപ്പെട്ട ഏത് ദേശീയ സ്ഥാപനവുമായും ഗവൺമെൻറ് സ്ഥാപനവുമായും ഏത് സർവകലാശാലയുമായിട്ടും നിങ്ങളെ ബന്ധപ്പെടുത്താൻ, ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു ഇന്നൊവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള എല്ലാവിധ റെക്കമെൻഡേഷനും നമ്മുടെ ഈ പ്രോജക്റ്റ് ടീമിൽ നിന്ന് ഉണ്ടാവും എന്ന് എനിക്കിപ്പോൾ ഗ്രീൻ എനർജി ഫോറത്തിൻ്റെ പേരിൽ എനിക്ക് പറയാൻ പറ്റും. IREയുടെ പേരിൽ ഒരുപക്ഷെ ഇതിൻ്റെ അവസാനത്തെ റിസൾട്ട് കാണുമ്പോൾ അവരും ഇതുപോലെ പലതരത്തിലുള്ള തുടർ പരിപാടികളുമായിട്ട് അവർ മുന്നോട്ട് വന്നേക്കാം. അതൊക്കെ നമുക്കിപ്പോഴും പ്രശ്നമല്ല. ഇപ്പോഴും നമ്മൾ എങ്ങനെ നമ്മളിൽ നിന്ന് ഏറ്റവും നല്ല, അതായത് നിങ്ങളുടെ ഓരോ വിദ്യാലയത്തിൽ നിന്നും ഏറ്റവും നല്ല പ്രോജക്റ്റുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അവിടെ തന്നെ മത്സരിച്ച് അതിലേറ്റവും നല്ലതിനെ നിങ്ങൾ ജില്ലാതലത്തിലേക്ക് എത്തിക്കുക. അവിടെ നിന്ന് നമ്മളിതെല്ലാം കൂടി നോക്കുമ്പോൾ നമ്മുടെ ജില്ലയിലത്തെ പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ഏകദേശം ആകത്തുക നമുക്ക് കിട്ടും. ആലപ്പുഴ ജില്ലയിലത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്,
നമുക്കറിയാം എത്രയോ വർഷം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, നിങ്ങളെ അച്ഛനും അമ്മമാരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴ ജില്ലയിൽ പരിസ്ഥിതിപരമായിട്ട് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുട്ടനാട് ഒരു ഭാഗത്ത്, കുട്ടനാട് ഏരിയയിൽ, അതുപോലെ തന്നെ നമുക്ക് വേമ്പനാട് കായലിൻ്റെ ഇത് തോട്ടപ്പള്ളി സ്പിൽവേക്കടുത്തുള്ള ചില പ്രശ്നങ്ങൾ, ഇങ്ങനെ അതല്ലാതെ ആലപ്പുഴയിൽ തന്നെ നഗരത്തിൽ തന്നെയുള്ള കനാലുകൾ, ആ കനാലുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ, പിന്നെ അന്തരീക്ഷ മലിനീകരണം കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഭക്ഷ്യോൽപാദനത്തിൽ വന്നിട്ടുള്ള കുറവ്, ശുദ്ധജല ലഭ്യത കുറവ്, ഇത്രയും വെള്ളം ചുറ്റുമുണ്ടെങ്കിലും ശുദ്ധത ലഭ്യത കുറവ്, പിന്നെ അതിന് വളരെ പെട്ടെന്ന് മലിനീകരിച്ചു പോകുന്നതിനുള്ള ചില സാധ്യതകൾ, ചിലതൊക്കെ ചെറിയ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ചിലത് അതുമായി ബന്ധപ്പെട്ടതല്ല, ചിലത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, ചിലത് നമ്മുടെ അശ്രദ്ധയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ പല രീതിയിലുള്ളതാണ്. കൊല്ലം ജില്ലയിലും ഒട്ടും കുറവല്ല. അവിടെയും നമുക്ക് ശാസ്താംകോട്ടത്തെ കായലൊന്നാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒട്ടേറെ പരിസ്ഥിതി സെൻസിറ്റീവായിട്ടുള്ള ഒട്ടേറെ സ്ഥലങ്ങൾ കൊല്ലം ജില്ലയിലുണ്ട്. ഒട്ടേറെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ എത്രയോ കാലമായി ചർച്ച ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കി അതിൽ നിന്ന് ഒരു ഇനിയെങ്കിലും പരിഹാരം കാണേണ്ടുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളെടുത്ത് മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇത് അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. 11-ാം തീയതി കൂടി ഒരു ലെക്ചറുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടർ രത്നകുമാർ കുറച്ച് കഴിയുമ്പോൾ പറയും. അന്ന് മാത്രമല്ല, 22-ാം തീയതി ഏപ്രിൽ 22 ആഗോള എർത്ത് ഡേ ആണ്. അന്ന് പകൽ സമയത്ത് ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചായോഗം വിദഗ്ധരുടെ, അത് എർത്ത് ഡേ പകലല്ല, രാത്രി 7 മണിക്ക്. രാത്രി 7 മണി, ഓക്കെ. രാത്രി 7 മണിക്ക് ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയുണ്ട്. അത് ഒരാൾ മാത്രമല്ല, അതിൽ 3, 4, 5 പേര് ഹ്രസ്വമായിട്ട് സംസാരിക്കും ഈ വിഷയത്തിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ച്. ഇതിന് ആഗോള ഒരു തീമുണ്ട്. അപ്പോൾ ആ തീമിനെക്കുറിച്ചും, ആ തീമിനേക്കാൾ നമ്മൾ ശ്രദ്ധ ഊന്നുക നിങ്ങളുടെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട, നമ്മുടെ പ്രോജക്റ്റ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എർത്ത് ഡേ സെലിബ്രേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടിയുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളും വിലപ്പെട്ട അഭിപ്രായങ്ങളും അതിൽ വരും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ആ ലെക്ചർ കൂടി ശ്രദ്ധിക്കുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ഇനിയും ഒന്ന് എനിക്ക് അവസാനം പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രൂപ്പുകൾക്ക്, 2 or 3 വിദ്യാലയങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിൽ മറ്റുള്ളവരുമായിട്ട് പൊതുവേ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് അതിനെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് വിദഗ്ധന്മാരുടെ എന്തെങ്കിലും സേവനം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഇമെയിലിൽ കൂടിയോ വാട്സപ്പിൽ കൂടിയോ ആ വിവരം അറിയിച്ചാൽ ആ ഗ്രൂപ്പുകളെ മാത്രം വിളിച്ച്, പറ്റുമെങ്കിൽ ഫിസിക്കലായിട്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് വന്ന് നിങ്ങൾ അത്രയും ഗ്രൂപ്പുകളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയുള്ള ഒരു യോഗം നടത്തി ഒരു 1/2 ദിവസത്തെ യോഗത്തിനുള്ളിൽ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് പുതിയ ഐഡിയാസോ അല്ലെങ്കിൽ പുതിയ രീതികളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെയുള്ള ചെയ്യാം. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഒരുപാട് ഗ്രൂപ്പുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൺലൈനായിട്ടോ സമയം വെച്ചുകൊണ്ട് ഈ ഓരോ ഗ്രൂപ്പിനും വേണ്ടുന്ന നേരിട്ട്, മറ്റുള്ളവരുമായിട്ട് ചർച്ച ഉണ്ടാവില്ല, ആ പ്രോജക്റ്റ് ചെയ്യുന്നവരുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ചർച്ചകൾ നടത്താനും GEF തയ്യാറാണ്. അതിനുവേണ്ടി നമ്മൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി ബാക്കിയുള്ള സമയം നിങ്ങൾ 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ ചോദ്യോത്തരവേളയിൽ ഏർപ്പെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനിടയ്ക്ക് ഒരു 2 മിനിറ്റ് 2 വാക്ക് സംസാരിക്കേണ്ട ലബ്ബ സാറിനെ ക്ഷണിക്കാം സാർ. ഇതിനിടയ്ക്ക് ഒരു ചോദ്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്ക് ലബ്ബ സാറുണ്ടോ? എന്താണ് സാറ് ഒരു 2 വാക്ക് സംസാരിക്കുക, ഒരു ആശംസ. അല്ല, വേണ്ട, നമ്മളിതെല്ലാം കേട്ടോണ്ടിരിക്കട്ടെ. അവരുടെ സാറിന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് എല്ലാവരും കാണട്ടെ സാർ. സാറിന്റെ കുട്ടികൾക്ക് കാണട്ടെ. എന്നെ കാണിച്ച അതിന് കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. സാർ വല്ല സംസാരിക്കുന്നുണ്ടോ? ഇല്ല, ഇത് വീട്ടിലെ അശ്രാന്ത പരിശ്രമം വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഇത്രയും എഫർട്ട് ആരും എടുത്തിട്ടില്ല. വികെയുടെ അത്ര ആത്മാർത്ഥമായ പ്രവർത്തനം പല കാര്യങ്ങളും
പലരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കത്തില്ല. അല്ല, സാറിന്റെ ഒരു ആശംസ അവർക്ക് കൊടുത്ത് അവർക്ക് ഈ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരു 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 ഇൻസ്പിറേഷൻ കൊടുക്കാൻ 2 വാചകം. മ്യൂട്ടാണോ സർ? ശബ്ദം കേൾക്കുന്നില്ലല്ലോ. പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റി PK വളരെ വ്യാജാലമായി സംസാരിക്കാറുണ്ട്. കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന പല കാര്യങ്ങളിലും കുട്ടികൾ അതനുസരിച്ച് അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാര്യം പല പ്രാവശ്യം പലതും ഒരേ കാര്യം തന്നെ പറയേണ്ടി വന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. PK അത് ശരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. നമ്മുടെ ഈ പറയുന്ന പല ബാച്ചാ സർ, പല ടൈപ്പ് ഓഫ് ബാച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത്. എന്തായാലും സ്കൂൾ, നമുക്ക് UPS പ്രതീക്ഷിക്കാം നല്ല സ്കൂളെല്ലാം റിസൾട്ട് പ്രത്യേകം പറയുന്നതെല്ലാം ഏകദേശം ഒരുപോലാണല്ലോ. നല്ല റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. ഈ NR ബാലകൃഷ്ണൻ സാർ രണ്ടുപേർക്കും സംസാരിക്കും സാർ. NR ബാലകൃഷ്ണൻ സാർ പ്ലീസ്. ബാലകൃഷ്ണൻ സാർ ഉണ്ടോ? ഉണ്ട്. സാർ രണ്ടൊക്കെ സംസാരിക്കുന്നു. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ ഇതിനെ ഒന്ന് സജീവമാക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു NRV കേൾക്കുന്നുണ്ട് സർ. കേക്കാമോ? ഹലോ വീഡിയോ ഓൺ ചെയ്യും സാർ. ഹലോ, കേക്കാവോ? കേക്കാം അല്ലേ? ഇപ്പൊ കാണാവോ? അല്ലേ? കാണാവോ? എന്റെ കാണില്ല. അല്ല, പറയാനുള്ളത് ഇപ്പൊ ഞാന് ആലപ്പുഴ ജില്ലക്കാരനാണ്. പറഞ്ഞ പോലെ കൊല്ലത്തുകാരൻ കൂടിയാണ്. ഞാൻ പഠിച്ച കൊല്ലത്താണ്. DK എഞ്ചിനീയറിംഗ് കോളേജിൽ. ലബ്ബ സാറ് എൻ്റെ ഗുരുവാണ്. ഞാൻ ഈ പശുത്വമായിട്ട് കൂടി ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രശ്നങ്ങളുമായിട്ട് വളരെ ദീർഘകാലമായിട്ട് ഒരു ബന്ധം ഉള്ള ആളാണ്. പറഞ്ഞ പോലെ കുട്ടനാട് VK സാറുമായിട്ട് ഒത്തും അല്ലാതെയൊക്കെ കുട്ടനാട് പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ ആലപ്പുഴ ജില്ലയിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ധാരാളമായിട്ട് ഇന്നും ഉണ്ട്. പ്രത്യേകിച്ച് തോടുകൾ മലിനപ്പെടുന്നത്, ചില കാലഘട്ടങ്ങളിൽ പായൽ അടിഞ്ഞ് ഈവൻ യാത്ര തന്നെ, ബോട്ടുകൾ തന്നെ പോകാൻ പറ്റാത്ത സ്ഥിതികൾ വരുന്നുണ്ട്. പിന്നെ മറ്റെല്ലാ ജലാശയങ്ങളും പോലെ പ്ലാസ്റ്റിക്കും ഒക്കെ ധാരാളമായിട്ട് ഈ ജലാശയങ്ങളിലേക്ക് ഇടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഒത്തിരി പണിപ്പെട്ട് കുറേയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും പ്രശ്നങ്ങൾ ബാക്കിയാണ്. അപ്പോൾ സാർ പറഞ്ഞ മാതിരി നമുക്ക് നമ്മൾ പഠിക്കുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തോ വാർഡുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ പല സമിതികളുണ്ട്. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ ഈ നമ്മൾക്ക് വരുന്ന സംശയങ്ങൾ, അതിൻ്റെ ഒരു സംശയത്തിൽ ഉൾക്കൊള്ളുന്ന പ്രശ്നങ്ങളുടെ വലിപ്പമൊക്കെ അവരുമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് മനസ്സിലാക്കി ഈ പ്രോജക്റ്റായിട്ട് മനസ്സിലാക്കി നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് വയ്ക്കുന്നതിന് അവരുടെയും കൂടി അനുഭവങ്ങളും അറിവുകളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതിന് നമ്മുടെ വിദ്യാലയങ്ങളും അധ്യാപകരും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികളും ഒരു ആത്മാർത്ഥമായ ഒരു സഹകരണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു മുന്നേറ്റം നമ്മുടെ ഈ പ്രോജക്റ്റിലെ വിഭാവനം ചെയ്യുന്ന തരത്തിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉള്ള നല്ല റിസൾട്ട് കിട്ടട്ടെ എന്നുള്ളൊരു ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാം. ആൾക്കാർ ചോദിച്ചോ. കുട്ടികളെ 1 by 1 ആയിട്ട് വീഡിയോ ഓൺ ചെയ്ത് ചോദിക്കാം. കുട്ടികളും അധ്യാപകരാകാം. ചോദിക്കുക, 1 by 1 ആയിട്ട് ചോദിക്കുക. എങ്കിലും നമ്മൾ ഓരോരുത്തർ ആളുകളുടെ പേര് നോക്കി അങ്ങോട്ട് വിളിക്കുക. മധുകൃഷ്ണൻ, ആലപ്പുഴ സ്റ്റാർട്ട് ചെയ്യാവും. സുമയ്യ ചോദിച്ചോ. സുമയ്യ ചോദിച്ചോ. അൺമ്യൂട്ട് ചെയ്യൂ.
വരുന്നില്ല. അതിനാരാ പാർവതി ചോദിക്കുന്നു? പാർവതി, ചോദ്യം വല്ലതും ഉണ്ടോ ചോദിക്കാൻ? അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു മൊബൈൽ ഫോണിൽ കയറിയതായിരിക്കും. NRB വീഡിയോ ഓഫ് ചെയ്തോളൂ. UPSകാരാണ് ഇപ്പോഴത്തെ 10 ചോദ്യം ചോദിച്ചാൽ. അതെ അതെ അതെ. ഇന്ന് 15 മിനിറ്റ് എക്സ്ട്രാ എടുക്കേണ്ടി വന്നു ചോദ്യം തീർക്കാൻ. നേരത്തെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച ഗ്രൂപ്പാണിത്. താര മഹേഷ് ചോദ്യം ചോദിക്കാനുണ്ടോ? താര, ദീപ്തി, ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് ഒന്ന് നിങ്ങളുടെ വിദ്യാലയം ഏതാണെന്ന് ഒന്ന് പറഞ്ഞാലും മതി. ഓരോരുത്തരൊന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ നിന്ന് വരുവാന്ന് പറ, പേരും പറഞ്ഞേക്കാം. സർ, ആലപ്പുഴ അമൃത വിദ്യാലയം. ഓക്കെ, പ്ലീസ്. പറഞ്ഞ ഒരു ചോദ്യം വല്ലതും ഉണ്ടോ? സംശയം വല്ലതും ഉണ്ടോ പ്രോജക്റ്റിനെ കുറിച്ച്? ഒരു ഫ്ലൈയിങ് വിസിറ്റ്. ബാക്കിയുള്ളവർ ചോദിച്ചു അല്ലെങ്കിൽ പരിചയപ്പെട്ടോ? ഫ്ലൈയിങ് വിസിറ്റ്. സാധാരണ ഈ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരുന്നതാണ് എങ്ങനെ ചെയ്യണമെന്നെ കുറിച്ചൊക്കെ. നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനൊരു അവസരമായത്. നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് നടത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇതിനെപ്പോഴും. TKM സെന്ററി പബ്ലിക് സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? TKM സെന്റിനറി പബ്ലിക് സ്കൂൾ കൊല്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുക. എന്താണ് ഇവിടെ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല സാറേ. ഔട്ടായി ഇവരൊക്കെ ആലപ്പുഴയിൽ നിന്നുള്ള കുട്ടി, ചേർത്തലയിൽ നിന്നുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ചേർത്തല. സ്റ്റുഡന്റ് ഉണ്ട്, രൂപിക. സെന്റ് മേരീസ്. പേര് പറഞ്ഞോണ്ട് പരിചയപ്പെടുത്തും. രൂപിക ഇനി 10th-ലേക്കാണ്. സംശയങ്ങൾ വല്ലതും ഉണ്ടോ ചോദിച്ചോ? നിങ്ങൾ പ്രോജക്റ്റ് പലതും തുടങ്ങിയില്ലെന്ന് സംശയമുണ്ട്. കാര്യം സംശയങ്ങളില്ലല്ലോ. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചോദിച്ചോ? ടീച്ചർമാർ തുടങ്ങിയില്ല പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് പ്രോജക്റ്റ് തുടങ്ങാൻ എന്തെങ്കിലും താമസമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞാൽ ബന്ധപ്പെട്ട് ഹലോ, ഗുഡ് ഈവനിങ് സർ. പറഞ്ഞോ സർ, ഇത് ആലപ്പുഴ അമൃത വിദ്യാലയം പേര് സെന്റ് മേരീസ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളാണ്. ആ അവിടുത്തെ ടീച്ചറാണ്. ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു സാറിന്റെ പ്രോഗ്രാം എല്ലാം. നമ്മുടെ കുട്ടികൾ ഇന്ന് ആദ്യമായിട്ടാണ് സാർ ഇത് അറ്റൻഡ് ചെയ്യുന്നത്. അവർ പരീക്ഷ ഹാളിലൊക്കെ ആയിരുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സംശയം. അവരിപ്പം ഞങ്ങൾ നേരത്തെ ഹിന്റ് കൊടുത്തു. അവരുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവർ ഇന്നാണ് ആദ്യമായിട്ട് ഈ ക്ലാസ് ഇതുപോലെ ഒരു മീറ്റിംഗ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ തുടക്കം വരുമ്പോഴേ അവർക്ക് ആ ഒരു സംശയങ്ങൾ വരാൻ സാധ്യതയുള്ളൂ സർ. തീർച്ചയായിട്ടും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. കോണ്ടാക്ട് ചെയ്താൽ ചെയ്യാം. പൊതുവായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ടീച്ചർക്ക് പറയാൻ പറ്റുമെങ്കിൽ ഇപ്പോഴത് പറഞ്ഞാല് സാർ, ഇപ്പൊ കുട്ടികളെ 24 പേരെ സെലക്ട് ചെയ്തിട്ടേ ഉള്ളൂ.
അതില് കുറച്ച് പേരെ എനിക്ക് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ ഓക്കെ. അവരുടെ ഒരു 4 പേരായിട്ടുള്ള ആ ടീമായിട്ട് നമ്മളിപ്പം സ്കൂളിൽ ക്ലാസ് നടക്കുന്നില്ല എങ്കിലും അവരെ എല്ലാം കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് എത്രയും ഇഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് തുടങ്ങി കഴിയുമ്പോഴേ സംശയങ്ങൾ സാധാരണ രീതി വരാൻ സാധ്യതയുള്ളൂ സർ. ഇപ്പൊ ഓക്കെ, നമുക്ക് ഓക്കെ. കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഗ്രൂപ്പുകൾ തിരിച്ച് അതിപ്പോൾ ഗ്രൂപ്പുകൾ തിരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഒരു നിർദ്ദേശം ടീച്ചറുടെ പറയണം, മറ്റുള്ളവരും കേട്ടിട്ട്. അതായത് ഈ 4 പേര് കഴിയുമെങ്കിൽ ഒരേ ക്ലാസ്സിലുള്ളവരല്ല, തൊട്ടടുത്ത ക്ലാസ്സിലുള്ളവർക്ക് കൂടി ആവാം. അങ്ങനെ 2 ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ 4 പേരിൽ ചിലരെങ്കിലും 2 ഡിഫറെൻറ്റ് ക്ലാസ്സിലുള്ളവർ. ഇനി അതല്ല എല്ലാം ഒരേ സ്റ്റാൻഡേർഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡിവിഷൻസിലുള്ളവരെ കൂടി ചേർത്തിയാൽ. ഡിഫറെന്റ് ഡിവിഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ 10ഉം 12ഉം മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ ഈ മാർച്ചിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരെ മാത്രമേ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഡിവിഷൻസിലുള്ളവരെ എടുക്കുക. പിന്നെ അവരുടെ താമസം, അതായത് ഒരേ ഇമീഡിയറ്റ് നെയ്ബർഹുഡിലല്ലാത്ത ചില ആളുകളെ എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായ പ്രോബ്ലങ്ങളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അവരിൽ ഓരോ വ്യക്തിയിലുണ്ടാവും. അപ്പോൾ ആ 4 പേരും കൂടി ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട സംഗതി കണ്ടെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അത്രയും മാത്രം. അതുപോലെ അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവണം. അതുണ്ട്, തീർച്ചയായും അങ്ങനെയുള്ള ഒരു മിക്സ് ആയിരിക്കും. ഉണ്ട് സർ. ശരി, ഓക്കെ. ഒരു ചോദ്യം ഇവിടെ ചാറ്റ് ബോക്സിൽ കിടക്കുന്ന, കാർബണെ കുറിച്ച് മാത്രമാണോ പ്രോജക്ട്? കാർബണെ കുറിച്ച് മാത്രമല്ല, കാർബൺ ന്യൂട്രൽ ലിവിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കും. അതായത് നമ്മുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് അരിഭക്ഷണമായാലും ഗോതമ്പായാലും പയറായാലും മത്സ്യമായാലും മാംസമായാലും നമ്മൾ കുടിക്കുന്ന വെള്ളമായാലും ഇതിലെല്ലാം തന്നെ ഒരു കാർബൺ ഫുട് പ്രിന്റിന്റെ ഒരംശം. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് വഴി നമ്മുടെ ഭക്ഷണത്തിൽ പോലും, അതുപോലെ അതുമായി ബന്ധപ്പെട്ട കൃഷിയിൽ ഒക്കെ തന്നെ നമുക്ക് കാർബണിന്റെ എമിഷൻ കുറക്കാൻ കഴിയും. അപ്പോൾ അതിൽ കാർബൺ എന്നുള്ളത് ഇതിൽ എങ്ങനെ കുറക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. അതുപോലെ മലിനീകരണം, അത് ജലമലിനീകരണം, കരമലിനീകരണമാകാം, വായുമലിനീകരണമാകാം, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വിഷയവും ഈ കാർബൺ ന്യൂട്രൽ ലിവിങ് ആൻഡ് എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്നുള്ള വിഷയത്തിന് പുറത്ത് പോവില്ല. നിങ്ങൾ എന്ത് വിഷയം പറഞ്ഞാലും അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഇത് കാർബണിൻ്റെ അല്ല സത്യത്തിൽ ഈ പ്രോജക്റ്റ്. നമ്മൾ ജീവിക്കുന്നത് കാർബൺ എമിഷൻ എങ്ങനെ കുറച്ചുകൊണ്ട് ജീവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് ഏത് വിഷയം വാങ്ങിച്ചാൽ ചെയ്തു. അടുത്ത ആളുടെ വരട്ടെ. ഗുഡ് ഈവനിങ് സർ. ഹലോ, ചോദിച്ചോളൂ. ഞാൻ അറുപതിലെ അധ്യാപികയാണ് സർ. നമ്മൾ സാധാരണ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്താണോ ഇത് എഴുതേണ്ടത്? നമ്മൾ സാധാരണ പ്രോജക്റ്റിന്റെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്ത്. വേറെ ആരൊക്കെയോ സംസാരിക്കുന്നു. ദയവേത് മറ്റുള്ളവരൊന്ന് മൈക്ക് ഓഫ് ചെയ്യുക. ടീച്ചർ സംസാരിച്ചോളൂ. സാറേ, നമ്മളെ സാധാരണ പ്രോജക്റ്റിന്റെ രീതിയിൽ കേൾക്കാമോ? അതെ, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. ഞാനത് എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യാം സാർ. സാറ് സംസാരിക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. ഓക്കെ. ടീച്ചർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് സംസാരിക്കൂ. ടീച്ചർ സന്ധ്യ ടീച്ചർ ആരാ സംസാരിക്കുന്നത്? സംസാരിക്കാം, അൺമ്യൂട്ട് ചെയ്ത്. സാറേ, ഞാൻ ചോദിച്ചതേ, നമ്മൾ സാധാരണ കുട്ടികൾക്ക് സയൻസ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്തല്ലേ എഴുതുന്നത്? എന്ത് സ്റ്റെപ്സ് ആണോ ഉദ്ദേശിക്കുന്നത്?
അതായത് എയിം എന്താണ് ഉദ്ദേശം നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം, പിന്നെ മെറ്റീരിയൽസ് റിക്വയർഡ്, അങ്ങനെയാണല്ലോ നമ്മൾ എഴുതി വരുന്നത് ഇപ്പം. അതെ, അതൊക്കെ എഴുതാം. ആ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് തന്നെയാണോ ഇതും എഴുതേണ്ടത്? അതോ ആ, ജനറൽ ആയിട്ട് ഓരോ ദിവസം ഇപ്പൊ കുട്ടികൾ ഓരോന്ന് ചെയ്തു അത് ഓരോ ഒരു പേജ് വൈസ് എഴുതിയാൽ മതിയോ? അങ്ങനെയല്ല. ഇതിൽ എഴുത്ത് എന്ന് പറയുന്നത് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ അത് അവിടെയാണ് എഴുത്ത് വരുന്നത്. ആ ആ സത്യത്തിൽ നമ്മൾ ആ. പ്രശ്നം എവിടെ എങ്ങനെ കണ്ടെത്തി, ഉം, അതിലുള്ള ചാലഞ്ച് എന്താണ് നമ്മൾ പരിഹരിക്കേണ്ടത്, എന്തുകൊണ്ട് നമുക്ക് ഇതിനെ കുറക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇതിൻ്റെ ആഘാതം നമുക്ക് എങ്ങനെ കുറക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിന് ഓ. നമ്മൾ പുതിയ രീതികൾ കണ്ടെത്തുകയാണ്. പഴയതല്ല, പഴയത് ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ. അതിനേക്കാൾ മെച്ചമായത്, അല്ലെങ്കിൽ മെച്ചമായതെന്ന് പറഞ്ഞാൽ പല രീതിയിൽ മെച്ചമാകാം. ഒന്ന് വേഗത്തിൽ പരിഹരിക്കാൻ പറ്റുക, ഒന്ന് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക, ഒന്ന് ടെക്നോളജി അതിനുള്ളത് വളരെ ചെലവ് കൂടിയതാവാം. അത് നമുക്കൊന്നും അത് പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം തന്നെ മെച്ചപ്പെട്ട സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഭാഗമായാൽ മതി. ഇത് അതായത് ഒരു ഓട്ടോത്താങ്സ് പറയാം. നിലവിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ആ ഒരു പരിഹാര മാർഗത്തിലേക്ക് നമ്മൾ പോകലാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ സാർ, താങ്ക് യു. അതാണ് നമ്മൾ ഓക്കെ, നോ ചെയ്യുന്നത്. പ്രോബ്ലം. അതിനുവേണ്ടി ഒരുപക്ഷെ നിങ്ങൾ നല്ല കുറച്ചുകൂടി വിശദമായ ഒബ്സർവേഷൻ വേണ്ടി വരും. ചിലപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചെറിയ ചില പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരും. ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാകാം. ഇതില്ലെങ്കിൽ കുട്ടികളുടെ തലയിൽ ഉദിക്കുന്ന ഒരു സൊല്യൂഷൻ, അതിന് ശാസ്ത്രം കണ്ടുപിടിച്ചില്ലേലും വേണ്ടില്ല, അവർക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്ത് ലോജിക്കാണ് പറയുന്നത്, എന്തുകൊണ്ട് അവർക്ക് തോന്നുന്നു ഈ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് എഴുതി വെച്ചാൽ അത് ജഡ്ജിമാർ അവിടുന്ന് ഇവർ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചോദിച്ച് അതിനകത്തുള്ള സംഗതികൾ അവർ വേർതിരിച്ചെടുത്തോളും, അതിലെന്തെങ്കിലും പുതുമയുണ്ടെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഭയപ്പെടും. നമുക്ക് വേണ്ടത് കുട്ടികളിൽ നിന്ന് വരുന്ന മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി അടുത്തത് സംശയം ചോദിച്ചോ? നാളെ കിട്ടത്തുള്ളൂ. ഞങ്ങളങ്ങ് പോയിട്ടേ നാളെ രാവിലെ കോളേജിൽ പോയിട്ട് തിരിച്ചു കാണാൻ. രാവിലെ തന്നെ നല്ല ഉച്ചയ്ക്ക് അങ്ങ് വൈകുന്നേരം വരെ ആക്കണ്ട. അവിടെ മൈക്ക്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോ. ഈ ആൾക്കാർ ന്യായമായ സംശയങ്ങളാണ് ഇപ്പോൾ തുടങ്ങുന്നപ്പോഴത്തേക്ക്. നീ ചോദ്യം ചോദിക്കാറുണ്ടോ? നിർത്തണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് നിർത്താൻ വിരോധമില്ല. അവർക്ക് ഒരു എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പാർവതിക്ക് ചോദിക്കാൻ വല്ല ഉണ്ടോ? ടീച്ചറാണോ? ഈ ചോദ്യം കിട്ടിയതാണോ? കാർബൺ ന്യൂട്രൽ ലിവിംഗിന്റെ സൊല്യൂഷൻസ് അല്ലേ പ്രോജക്ട് ടോപ്പിക്? അതെ ചോദ്യം. അത് സാർ പറഞ്ഞോ സാർ. കാർബൺ ന്യൂട്രൽ ലിവിംഗ് സൊല്യൂഷൻ അല്ലേ പ്രോജക്ട് ടോപ്പിക്? തീർച്ചയായും അത് തന്നെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം. കാര്യം നമ്മൾ ഇതുപോലെ നമുക്ക് എപ്പോഴും ക്ലാസ് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. സാറാൻ ഉത്തരം വരും. അതുപോലെ നിങ്ങൾക്ക് പ്രോജക്ട് സംബന്ധമായിട്ട് സംശയം ഉണ്ടെങ്കിൽ ഇമെയിലായിട്ടും അയക്കാം. greenenergyforum3@gmail.com എന്നൊരു ഇമെയിൽ ഉണ്ട്, അത് വഴി അയക്കാം. പ്രോജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് സാറിന് അത് പോസ്റ്റ് ചെയ്താൽ സാർ മറുപടി തരുന്നതായിരിക്കും. ആ ഗൈഡൻസ് ചെയ്യുന്നതായിരിക്കും അവിടെ കൂടെ നല്ലത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ സർ ഇമെയിൽ ഐഡി ഒന്നുകൂടെ പറയോ? ഗ്രീൻ എനർജി ഫോറം. ഗ്രീനിന്റെ സാധാരണ സ്പെല്ലിംഗ് തന്നെ, തുടർച്ചയായിട്ട് കുത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് എനർജി, ENERGY, എനർജി ഫോറം, FORUM, ഫോറം 3, അത് കഴിഞ്ഞ് 3 എന്ന അക്കം. ഗ്രീൻ എനർജി ഫോറം 3 എന്ന അക്കം.
പിന്നെ എന്താ പറഞ്ഞു കൊടുക്കൂലോ ജിമെയിൽ ചാറ്റ് ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ചാറ്റ് ബോക്സിൽ കൊണ്ട് കേട്ടോ, നോക്കിയാൽ മതി. ചാറ്റ് ബോക്സിൽ അത് ഇട്ടിട്ടുണ്ട്, അത് നോക്കി. ഗ്രീൻ എനർജി ഫോറം 3@gmail.com അതിനകത്തുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാവരും ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനകത്ത് കംപ്ലീറ്റ് എല്ലാ ടോക്കും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അതിലും ഉണ്ട്. നിങ്ങൾ അതിനകത്ത് മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തതാണ്. അപ്പം ഉണ്ട്, ഇതാണ് യൂട്യൂബ് ലിങ്ക് കൊടുത്തേക്കുന്നത്. www.youtube.com എന്നുള്ളതാണ് നമ്മുടെ ഇത് ചാനൽ. അതിനകത്ത് എല്ലാ ക്ലാസ്സും ഉണ്ട് അതിനകത്ത്. ഓക്കെ, എനി മോർ ക്വസ്റ്റ്യൻസ്? ചോദ്യം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാം. മധുകൃഷ്ണൻ, പിന്നെ ജില്ലാ കോർഡിനേറ്റർ ആലപ്പുഴ, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഓട്ടോ താങ്ക്സ് പറയും. നമസ്കാരം. എന്തായാലും ഈ അവധിക്കാലത്തും വളരെ സജീവമായിട്ട് കഴിയുന്നത്ര പേര് പങ്കെടുത്തു. എല്ലാവരും കുട്ടികളും നല്ല രീതിയിൽ ആലപ്പുഴയിൽ നിന്ന് കുറച്ച് പുതിയ കുട്ടികൾ പങ്കെടുക്കുന്നത് കേൾക്കുമ്പോൾ സന്തോഷം. കാരണം ആലപ്പുഴയിൽ കുറച്ച് കോൺടാക്ട്സിന്റെ ചില പ്രശ്നം ഉണ്ടായിരുന്നു. അത് പിന്നെ ബാലകൃഷ്ണ സാർ സജീവമായതോടെ അതെല്ലാം ഉഷാറായി. എന്നാലും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കൊല്ലത്ത് പിന്നെ ആൾറെഡി ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്ന് ക്ലാസ് വളരെ വിശദമായി എടുത്ത വികേട് സാർക്കും ഈ ഗ്രീൻ എനർജി ഫോറത്തിന്റെ എല്ലാ രക്ഷാധികാരികൾക്കും ക്ലാസ്സിൽ പങ്കെടുത്ത അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പ്രോജക്റ്റുമായിട്ട് വളരെ സജീവമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എല്ലാവർക്കും നന്ദി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സാർ. ദാമോദർ സാർ, ഈ കോളേജ് ലെവലിൽ കൊല്ലം ജില്ലയിൽ 15-ാം തീയതിയാണല്ലോ നമ്മൾ പറഞ്ഞേക്കുന്നേ. പറഞ്ഞോളൂ. അത് കൺഫേം ആക്കിയേക്കട്ടെ. അതിലേ സാർ പറഞ്ഞു. സാർ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഇതിന്റെ യഥാർത്ഥം മനസ്സിലായോന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഈ ടീച്ചർ പറഞ്ഞ പോലെ കുട്ടികൾ ആദ്യമായിട്ടാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം പലർക്കും ഇതേപ്പറ്റിയുള്ള ഹോംവർക്ക് ഒന്നും നടത്താതാണ് അവർ വന്നത്. കുട്ടികൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം. മെന്റേഴ്സ് അറ്റൻഡ് ചെയ്തത് അവർക്ക് കുട്ടികൾക്ക് പാസ് ഓൺ ചെയ്യാൻ, ഈ മെന്റേഴ്സ് കുട്ടികളുടെ അടുത്ത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അത് സമയക്കുറവും പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ അത് ഇപ്പോഴേ ഈ സമയത്ത് അവർക്ക് ഇതെല്ലാം ശരിപ്പെടുത്തി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ടീച്ചർ പറഞ്ഞു മാക്സിമം ചെയ്യുന്നുണ്ട്. ഞാൻ പറയാ. അതെ, അപ്പൊ അതൊന്ന് നമ്മള് ജില്ലാ കോർഡിനേറ്റേഴ്സിന് ചെയ്യേണ്ടത് ഈ ഗ്രൂപ്പുകളെല്ലാം ഫോം ചെയ്ത എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പുവരുത്തി. ഈ പ്രോജക്റ്റിനെ പറ്റി ശരിക്കും ഒരു വിവരമുള്ളതായിട്ട് തോന്നുന്നില്ല. അതെ, പല ചോദ്യങ്ങളിൽ നിന്നും അതാണ് വരുന്നത്. ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ലെന്നാണ്. പക്ഷേ ഇത് കൊല്ലത്ത് നിന്നൊക്കെ ഹൈസ്കൂൾ സെക്ഷൻ, കൊല്ലത്തെ ഞാൻ ആലപ്പുഴക്കാരിയാ പറഞ്ഞത്. ഇതില് കൊല്ലത്ത് നിന്നുള്ളവരും ഒന്നും ചോദിച്ചില്ല. അവര് വെരി മച്ച് അഡ്വാൻസ്ഡ് ആണ്. ഒരുപാട് പേര് പ്രോജക്റ്റ് പ്രൊപ്പോസൽസ് അയച്ച് 2ഉം 3ഉം ഘട്ടങ്ങളായിട്ട് ഞാൻ അമെൻമെന്റ്സ് ഒക്കെ സജഷൻസ് ഒക്കെ പറഞ്ഞ് അത് അവർ ഇമ്പ്രൂവ് ചെയ്ത് ഫൈനൽ ഒക്കെ അത് അപ്രൂവൽ വാങ്ങിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്രൂവലല്ല, നമ്മൾ അവസാനം തിരക്കില്ല എന്നുള്ള അഭിപ്രായം കൊടുത്തിട്ടുള്ള ഒട്ടേറെ കേസുകളുണ്ട്. അപ്പോൾ അവർ പോലും ഒരുപക്ഷെ അവർക്ക് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റി കാണില്ല. ഏതായാലും നമ്മൾ തുടർച്ചയായിട്ട് ഈ കോണ്ടാക്ട്, ഈ വെക്കേഷൻ പീരീഡിൽ നമ്മളുടെ, അതായത് GF-ൻ്റെയും കോർഡിനേറ്റേഴ്സിൻ്റെയും കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് എല്ലാ മെൻറ്റേഴ്സ് ടീച്ചേഴ്സിനെയും വിളിച്ച് ഈ ലിസ്റ്റുകൾ നമ്മൾ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുത്ത് അവരെ പിന്നെ നമ്മൾ അതിൻ്റെ ടീം ലീഡേഴ്സുമായിട്ട് നമ്മൾ പരമാവധി ഒന്ന് ഇൻ്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻസിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് തന്നെ ഇവർക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് പൂർണ്ണ ധൈര്യമുണ്ട്. 10 അല്ല, ശരി 2 ദിവസം കൊണ്ട് തന്നെ പറ്റും. പക്ഷേ നമ്മൾ ലെറ്റ് us give more time so that they can think more. വെക്കേഷൻ ആയതുകൊണ്ട് പല പരിമിതികൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അല്ല, വെക്കേഷന് പരിമിതിയേക്കാൾ സാധ്യതകളുമുണ്ട്. പരിമിതിയുണ്ട്, സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇതിൽ ഈ യഥാർത്ഥത്തിലുള്ള ഇന്നവേറ്റീവ് സ്പിരിറ്റുള്ള കുട്ടികൾ ആ പരിമിതികളെ മാറ്റിവെച്ചുകൊണ്ടോ മറികടന്നുകൊണ്ടോ സാധ്യതകളിലേക്ക് അതിനെ വികസിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ വിജയം. അപ്പം അങ്ങനെ കുറേ കുട്ടികളെങ്കിലും
ഉണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് ഏതായാലും തുടർന്നുള്ള 1-2 ആഴ്ചകളിൽ നമ്മൾക്ക്, അതായത് എർത്ത് ഡേ വരുമ്പോഴേക്കെങ്കിലും നമുക്കിതിനെക്കുറിച്ചുള്ള കൂടുതൽ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജില്ലയെക്കുറിച്ചും നമുക്ക് എത്ര സ്ഥലത്ത് ഗ്രൂപ്പുകൾ ഫൈനലൈസ് ചെയ്ത് വർക്ക് തുടങ്ങി എന്നുള്ളത് നമുക്കൊന്ന് ഒരു ധാരണ ആലപ്പുഴയുടെയും കൊല്ലത്തിൻ്റെ ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോഴും ആക്റ്റീവ് ആണോ എന്നുള്ളത് മാത്രമേ നോക്കാം. കൊല്ലം ജില്ലയുടെ ചാറ്റ് ബോക്സിൽ ആരും ഇട്ടേക്കുന്നുണ്ടല്ലോ, മെനി ഗ്രൂപ്പ്സ് സ്റ്റാർട്ടഡ് പ്രോജക്ട് സോഴ്സ് ഇൻ കൊല്ലം ഡിസ്ട്രിക്ട് ആരും ഇട്ടിരിക്കുന്നതിനാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ടീച്ചേഴ്സ് തന്നെ മുൻകൈ എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പൊ സാർ പറഞ്ഞ പോലെ അവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുടെ ഇടയിൽ എത്തണം. പരിമിതികൾ പലതും ഉണ്ട്. ഒന്നത് വെക്കേഷൻ ആണെന്ന് കോൺട്രാക്ടുകൾ അവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമുണ്ട്. അപ്പൊ അതേതായാലും നമ്മൾ ഇത്രയും സമയം നമ്മൾ നീട്ടിക്കൊടുത്തത് കൊണ്ട് തീർച്ചയായും അതിന്റെ ഇടയിൽ നമ്മൾ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാം. അതെ, ശരി സാർ. അപ്പൊ ക്ലാസ് നിർത്തിയാകട്ടെ. ഓക്കെ. ഓക്കെ.